ജീവവൈവിധ്യങ്ങൾ. ജീവന്റെ ശേഷിയാർജിക്കലിനു വേണ്ടി ഒരു പ്രവൃത്തി എത്ര കാലം ചെയ്യണം എന്നതിനെക്കുറിച്ച് സാധാരണഗതിയിൽ ജീവിക്ക് സ്വയമായി ധാരണ ഉള്ളതായിരിക്കാൻ കഴിയുന്നില്ല. ജീവൻ സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ചോ അതിൻ്റെ വളർച്ച പരിണാമങ്ങളെക്കുറിച്ചോ ജീവിക്ക് തന്നെ കാര്യമായി ഒന്നും അറിയാനും കഴിയുന്നില്ല. ഇക്കാരണത്താൽ മറ്റൊന്നിൻ്റെ പ്രത്യക്ഷമായ നിയന്ത്രണം ഇല്ലാതിരിക്കുന്ന ജീവന് പ്രവൃത്തി എന്നതിൻ്റെ പൊരുളും ആവശ്യകതയും മനസ്സിലാക്കാൻ തീർത്തും സാധ്യമാകുന്നില്ല. പരിണാമത്തിൻ്റെ ജീവവികാസത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തുന്ന പ്രപഞ്ചരഹസ്യത്തിന് ഒത്ത മനനശേഷിയാൽ പരീക്ഷണങ്ങൾ കൊണ്ട് വിശകലനം ചെയ്തും ചിന്താതീതവും ബുദ്ധ്യാതീതവുമായ അതിസൂക്ഷ്മതരമായ അനുഭവങ്ങൾ കൊണ്ടും സ്ഥിരീകരിക്കുന്നതുവരെ ജീവനെ സംബന്ധിച്ചിടത്തോളം സ്വശരീര പരിപാലനവും ആവശ്യങ്ങൾ എന്നു ധരിക്കുന്നവയുടെ നിറവേറ്റലുകളുമാകുന്നു ജീവിതം എന്നതിൻ്റെ അർത്ഥം. പ്രവൃത്തി എന്നത് ജീവിത ആവശ്യങ്ങളുടെ നിറവേറ്റൽ എന്നതായിരിക്കെ തന്നെ അതിൻ്റെ ആവശ്യകതയും കാരണമായ പ്രേരകശക്തിയും എന്താണെന്ന് കണ്ടറിയാൻ താഴെത്തട്ടിലുള്ള ജീവികൾക്ക് ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും പ്രവർത്തനത്തിന് പിന്നിലുള്ള കാരണം അറിയായിക നിമിത്തം സാധ്യമായി വരികയുമില്ല. ജന്തുജാലങ്ങളിൽ പെട്ടുനിൽക്കുന്ന ജീവപ്രവർത്തനങ്ങളുടെ ഉജ്ജ്വല രൂപമായ മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും അധികമായ പ്രപഞ്ച സൂക്ഷ്മ സങ്കീർണതകളുടെ നിക്ഷിപ്താവസ്ഥയാണ്. ജീവൻ എന്ന സൂക്ഷ്മശക്തിയുടെ പ്രവർത്തനശേഷിയും മനനശേഷിയും മറ്റ് ജീവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യാവസ്ഥയിൽ വളരെയേറെ പുരോഗതി പ്രാപിച്ചു നിൽക്കുന്നതായി പ്രത്യക്ഷ തെളിവുകൾ കൊണ്ട് വ്യക്തമാവുന്നു. ഇവിധം പുരോഗതി പ്രാപിച്ചു നിൽക്കുന്ന മനുഷ്യജീവന്റെ അവസ്ഥയും അധികാര അവകാശങ്ങളും എന്നത് സകല ജീവജാലങ്ങളുടെയും മേലുള്ള ആധിപത്യവും നിയന്ത്രണവുമാണ്. മനുഷ്യാവസ്ഥ എന്നത് മറ്റ് ജീവാവസ്ഥകളെ എല്ലാം പ്രവർത്തനം കൊണ്ടും അനുഭവം കൊണ്ടും ജന്മാന്തരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതും അവയെല്ലാം സംഗമിച്ചതുമായ ഊർജമാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ജീവശേഷികളും മനുഷ്യനിൽ നിഗൂഢ സൂക്ഷ്മതയായി നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ മറ്റ് ജീവികളുടെയും അവന്റെ തന്നെ പുനർനിർമ്മിതിയെയും ജീവിത നിയമങ്ങളെയും മറ്റും മാറ്റിമറിക്കാൻ പ്രാപ്തനായി തീരുന്നത് എല്ലാത്തരം ജീവപ്രവർത്തനങ്ങളും കടന്നുവന്ന ജീവൻ ആയതുകൊണ്ട് മാത്രമാണ്. മനുഷ്യന്റെ ഈ പ്രാപ്തി എന്നത് അനുഭവങ്ങളും പരിചയങ്ങളും എന്ന നിക്ഷിപ്ത സൂക്ഷ്മോർജത്തെ മനനം കൊണ്ട് പരിവർത്തിതമാക്കുമ്പോൾ സംഭവിക്കുന്ന ഇച്ഛാശക്തിയുടെ വിജയമായിട്ട് നിൽക്കുന്നു. പ്രകൃതിയെ ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ മനുഷ്യാവസ്ഥയുടെ ഏതെങ്കിലുമൊക്കെ ജീവൻ പ്രാപ്തമാവുന്നു എന്ന് വന്നാൽ അതിനർത്ഥം ജീവിയെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ തക്കവണ്ണമുള്ള പ്രപഞ്ചശേഷിയുടെ അത്രയും അളവ് പ്രപഞ്ചകാരണമായ സൂക്ഷ്മശക്തി വിശേഷത്തിൽ നിന്ന് വികാസം പ്രാപിച്ച ആ ജീവൻ പ്രവർത്തിച്ച് നേടിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള മുന്തിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയെന്നത് ജീവി അതിൻ്റേതായി കാണുന്ന ജനിമൃതികൾക്കിടയിലെ ഏതാനും വർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം എന്നതാകുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ ജീവി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയുള്ള സ്ഥൂല സൂക്ഷ്മ ശേഷികളിൽ നിന്ന് രൂപം കൊണ്ട് പരിണമിച്ചതും അതിസങ്കീർണതകൾ എല്ലാം ഒത്തിണങ്ങിയതുമായ പ്രാപഞ്ചിക പ്രത്യേകതയായി വളർന്നു നിൽക്കുന്ന സ്വയം വികസിത ജീവൻ ജീവിതത്തിന് ശേഷം സൂക്ഷ്മശേഷിയായി ഊർജ സംഭരിതാവസ്ഥയായി പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഈ ശേഷി പ്രവർത്തന അനുകൂലമായ ഭൗമാവസ്ഥയിൽ ചലനാത്മകവും ബുദ്ധിപരവും ചിന്താപരവുമായ വൈഭവം പ്രകടമാക്കിയും ദൃശ്യമായ ഭൗമാവസ്ഥയിൽ നിന്ന് വേർപെടുമ്പോൾ അദൃശ്യമായി കാരണ ഊർജ വിശേഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദൃശ്യാവസ്ഥയിലെ ഈ പ്രവർത്തനം എന്നത്
മരണാനന്തരമുള്ള ജീവന്റെ അവസ്ഥയ്ക്ക് സാധ്യമാവുമോ എന്നത് സംശയിക്കാൻ ഒന്നുമില്ലാത്ത സംഗതിയാണ്. ജീവൻ സൂക്ഷ്മതരവും യഥാർത്ഥത്തിൽ ജീവിയുടെ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ തന്നെയുള്ള അവ്യക്തമായ നിലനിൽപ്പും ആയിരുന്നു. ശരീരം എന്ന പ്രത്യക്ഷതയിൽ നിന്നുകൊണ്ടുള്ള ജീവന്റെ പ്രവൃത്തി എന്നാൽ അത് വ്യക്തതയും വ്യത്യസ്ത സൂക്ഷ്മ വൈഭവങ്ങളുടെ സംഘടിത ശേഷിയും അദൃശ്യവും എന്നാൽ യഥാർത്ഥവുമായ പ്രകാശ ആകർഷണ ശേഷികളുടെ സംഭരിതാവസ്ഥയും അവയുടെ തന്നെ വിനിയോഗവുമാണ്. അതുകൊണ്ട് തന്നെ മരണം എന്ന അനുഭവത്തിലൂടെ ശരീരം വിട്ട് പുറത്തു പോകാൻ നിർബന്ധിതമായി തീരുന്ന ജീവൻ പ്രകൃതിയിൽ സൂക്ഷ്മ അവസ്ഥയിലുള്ള പുതുനിക്ഷേപമായി ഊർജകാരണ വിശേഷമായി നിൽക്കുന്നതായി വരുന്നു. ഇങ്ങനെ അല്ലാതിരിക്കാൻ ജീവന് സാധ്യമാകുന്നേയില്ല. ജീവി എന്ന നിലയിൽ തനതായ പ്രവർത്തനങ്ങളുടെ വൈവിധ്യങ്ങളാണെങ്കിലും ജീവൻ എന്നത് പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല എന്നതാണ് കാരണം. മനനം പ്രപഞ്ചത്തിന്റെ കൃത്യതയുള്ള ചലനാത്മകതയുടെ ജീവതര ആവിഷ്കാരമാകുന്ന പ്രവർത്തനം തുടങ്ങിയ ശേഷികൾ കൊണ്ട് സമ്പാദിച്ചു വച്ചിരിക്കുന്ന അറിവിനും യോഗ്യതയ്ക്കുമനുസരിച്ച് ശരീരം വിട്ടതിന് ശേഷവും ജീവന് സൗരയൂഥത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിന് സാധ്യമാവുന്നു. പ്രപഞ്ചം എന്ന സമ്പൂർണത കൊണ്ട് നിക്ഷിപ്തമായ അറിവും കൃത്യതയും വൈഭവവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുചിന്തകളും ചെറുപ്രവൃത്തികളുമാകുന്ന ചെറുജീവനുകൾക്ക് അതിൻ്റേതായ കൊച്ചുശേഷിയായിട്ടേ സൂക്ഷ്മത്തിൽ പ്രകൃതിയുടെ ഭാഗമായി കാരണ ഊർജ വിശേഷമായി നിലകൊള്ളാൻ സാധ്യമാവുന്നുള്ളൂ എന്നു കാണാം. ജീവന്റെ ഇവിധ പ്രവർത്തനങ്ങളുടെ ആരംഭം പരമാണുവിൽ തുടങ്ങുന്നുവെന്ന് കരുതാവുന്നതാണ്. സ്ഥൂലാവസ്ഥയുടെ ഒരു പൂർണ്ണ പ്രവർത്തനം എന്ന നിലയിൽ എടുത്തു കാണാനാവുന്ന ഏറ്റവും ചെറിയ അവസ്ഥ പരമാണു ആയതുകൊണ്ട് ജീവപ്രവർത്തനങ്ങളുടെ ആരംഭ പൂർണ്ണത പരമാണുവിലല്ലാതെ മറ്റെന്തെങ്കിലും അവസ്ഥയിൽ ആണെന്ന് സങ്കല്പിക്കുന്നത് ഉചിതമാവുകയില്ല. പരമാണുവിന്റെ വിഭജിതാവസ്ഥ പരമാണു സംഗമം നിമിത്തം വികാസം പ്രാപിച്ച ഒരു ദൃശ്യ ശരീരത്തിനുള്ള അഖണ്ഡതയുടെ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്നതാകുന്നില്ല എന്നാണ് നിരീക്ഷിക്കാൻ കഴിയുക. പരമാണുവിനെ വിഭജിക്കുന്നതിന്റെ ഫലം ദൃശ്യരൂപത്തിന്റെ നാശം എന്ന് വിളിക്കാവുന്ന അവസ്ഥയിൽ വരികയും ചെയ്യുന്നു. ഇവിധത്തിൽ ജീവരൂപത്തിന്റെ അണുഘടനയ്ക്ക് വരുന്ന നാശം ജീവന്റെ സ്ഥൂല പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവപ്രവർത്തനങ്ങളുടെ ആരംഭത്തിൻ്റെതായ പൂർണ്ണ യോഗ്യത അണു എന്ന അവസ്ഥയാകുന്നു. ജൈവാനുകൂലമായ ഭൗമസത്തയുടെ ദൃശ്യരൂപത്തിൽ വായുവും പ്രകാശവും നിരന്തരമായി പ്രവർത്തിച്ചപ്പോൾ അടിസ്ഥാനപരമായി വികാസവും ശേഷിയുമാർജിച്ചത് ഈ അണുരൂപങ്ങളായിരുന്നു എന്ന് കാണാവുന്നതാണ്. ശരീരത്തിന്റെ പ്രവർത്തനശേഷിയും യോഗ്യതയും എന്നത് അത്യല്പങ്ങളും ഒപ്പം ഊർജ സംഭരണികളും സംഘടിത ശക്തിയുമായി നിലകൊള്ളുന്ന അസംഖ്യം അണുരൂപങ്ങളുടെ പ്രവർത്തനവും യോഗ്യതയും എന്നതല്ലാതെ മറ്റൊന്നുമാകുന്നില്ല. അല്പമാത്ര ചിന്തയും ചെറിയ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളും അതിനു തക്ക ആവശ്യകതയുമുള്ള ഒരു ജീവന്റെ മരണം എന്ന അനുഭവത്തിനു ശേഷം ആ ജീവന് വീണ്ടും അതേ പ്രവൃത്തി സാധാരണഗതിയിൽ ആവശ്യമായി വരുന്നില്ല. ജീവിയായി പ്രവർത്തിച്ച് നേടിയ ഊർജത്തിന്റെയും അനുഭവങ്ങളുടെയും സംഭരിതാവസ്ഥയായ ജീവൻ കാരണമായിരിക്കുന്ന പ്രാപഞ്ചികമായ ലക്ഷ്യം നിമിത്തം അതുവരെ ചെയ്തതിനേക്കാൾ കൂടുതലായ പ്രവർത്തനങ്ങൾക്കും മനസ്സിനും ഒത്ത ശരീരത്തിന് ആവശ്യമുള്ളതായി വരുന്നു. പ്രാപഞ്ചികമായ ലക്ഷ്യത്തോടെ ഇവിധം സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടുതന്നെ ജീവികളിലെ പരിണാമതരമായ രൂപവൈവിധ്യങ്ങളെയും പ്രവർത്തന വൈവിധ്യങ്ങളെയും കാണാവുന്നതാണ്.